ഏറ്റവും പ്രധാനമായും ഇന്ന് പ്രതീക്ഷിക്കുന്നത് ഈ പാലത്തിലൂടെ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ടുള്ളൊരു തെരച്ചിൽ, വലിയ കോൺക്രീറ്റ് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന, അതിനടിയിൽ ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നുവെങ്കിലും ഈ യന്ത്രങ്ങൾ കുറവായതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കാത്തതുകൊണ്ട് രക്ഷാപ്രവർത്തനം അത്രത്തോളം ഊർജിതമായി നടത്താൻ സാധിച്ചിരുന്നില്ല. വലിയ പ്രതികൂല കാലാവസ്ഥയും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ പ്രത്യേക വൈദഗ്ധ്യം ലഭിച്ച നായകൾ, മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന നായകൾ അടക്കമുള്ള സംഘം അങ്ങോട്ടേക്ക് പോകുന്നു. ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട്. 200ഓളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ളതും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അവരെ ജീവനോടെ നമുക്ക് എത്തിക്കാനാകുമോ എന്നുള്ളതിന് പ്രതീക്ഷ അത് വളരെ കുറവാണ്. എങ്കിൽ പോലും അവരുടെ മൃതശരീരങ്ങളെങ്കിലും ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോഴും പുഴ, ഗതിമാറി ഒഴുകിയ പുഴ, അത് അത്രത്തോളം ഒഴുക്ക് അവിടെയുണ്ട്, നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നത്ര ഒഴുക്കില്ല എന്ന് അനുമോദ് പറയുന്നു. മഴയുണ്ട്, മൂടൽ മഞ്ഞുണ്ട്. അത്തരത്തിൽ കാലാവസ്ഥ വലിയ അനുകൂലമല്ല എങ്കിൽ പോലും അവിടേക്ക് സൈന്യം എത്തുന്നതിൻ്റെ കാഴ്ച നമ്മൾ കാണുകയാണ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അത് പൂർത്തിയാകുമെന്നുള്ളത് തന്നെയാണ്. സർവകക്ഷി യോഗം ചേരുന്നുണ്ട് ഇന്ന് 11:30. മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നിർണായകമായ തീരുമാനങ്ങൾ, വളരെ വേഗത്തിലുള്ള തീരുമാനങ്ങൾ, നടപടികളൊക്കെ അവിടെ ഉണ്ടാകും. നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ പുറത്തുനിന്ന് കാണുന്ന അന്തരീക്ഷമല്ല അവിടെ. ഓരോന്നിനും തടസ്സമായി പല ഘടകങ്ങൾ അവിടെ വരുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ അവിടെ അവരുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്നദ്ധ സംഘടനകളടക്കം വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് ചെല്ലാനുള്ള സന്നദ്ധതയെ അറിയിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സൈന്യത്തിൻ്റെ തെരച്ചിലിന് അതൊരു തടസ്സമാകരുത് എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറടക്കം ഒക്കെ പ്രതികരിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നത് തെരച്ചിലിനെ അത് ബാധിക്കരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ, അവിടുത്തെ പ്രദേശവാസികളടക്കം, അവിടുത്തെ സന്നദ്ധ സംഘടനകളടക്കം നൽകുന്ന സഹായം അത് വലുതാണ് എന്ന് പറയുമ്പോഴും ഇത് സൈന്യത്തിന് തടസ്സമാകരുത് എന്ന രീതിയിലാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അനുമോദ് ആ താൽക്കാലിക പാലത്തിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം ഇതുവരെയും അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് സേനാംഗങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്. അങ്ങോട്ടേക്ക് പോയാൽ പ്രേക്ഷകരിലേക്ക് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ 276 പേരുടെ മരണമാണ് വയനാട് ഉരുൾപൊട്ടലിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ട കാഴ്ച വലിയ ആശങ്കയുണ്ടാക്കുന്ന, വേദനയുണ്ടാക്കുന്ന കാഴ്ച. ഓരോ ബന്ധുക്കളും അല്ലെങ്കിൽ കുടുംബത്തിൽ ജീവനോടെയുള്ള ആളുകൾ അവരുടെ ഉറ്റവരെ തിരഞ്ഞ് അവിടേക്ക് എത്തുന്നതും മൃതദേഹം തിരിച്ചറിയുന്നതുമായ കാഴ്ച, നെഞ്ചുപൊട്ടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇന്നും ആ സ്ഥിതി വ്യത്യസ്തമല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങളുമായി വരുന്ന രക്ഷാപ്രവർത്തകരെ നമ്മൾ കണ്ടു നിൽക്കാനാകാത്ത രീതിയിലുള്ള കാഴ്ചകൾ അവിടെ നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ മണിക്കൂറിലും എത്ര മൃതദേഹങ്ങൾ നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ്. എത്രയോ ആളുകളുടെ സ്വപ്നങ്ങൾ, ഒരു ദിവസം കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കാൻ കിടന്ന ആളുകൾ, അവർക്ക് വീടില്ലാതാകുന്നു, ഉറ്റവരില്ലാതാകുന്നു, കുടുംബത്തിലെ നിരവധി ആളുകളെ കാണാതാകുന്നു. ഇപ്പോഴും അവർ എവിടെയെന്നറിയില്ല. ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയ അവസ്ഥ താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. നമ്മൾ ഈ സമയത്ത് നമ്മൾ അവർക്കൊപ്പം നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണം, മുന്നോട്ട് പോയേ മതിയാകൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരത്തെയും പ്രളയ സമയത്തൊക്കെ നമ്മൾ കണ്ട രീതിയിലുള്ള വലിയ ചേർത്ത് പിടിക്കൽ നമ്മൾ ഇപ്പോൾ വയനാട്ടിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ, സാധാരണ മനുഷ്യർ, അവർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന പ്രദേശത്തേക്ക് എന്തൊക്കെ വേണമെന്നതിനുള്ള കണക്കെടുത്ത് അവിടേക്ക് എത്രയോ ലോഡ് സാധനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒന്നിക്കലിൻ്റെ കാഴ്ച നമ്മൾ കാണുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബെയിലി പാലത്തിൻ്റെ പണി അത് ഏറ്റവും
അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾക്ക് അങ്ങോട്ടേക്ക് എത്താനാകും, കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിക്കാനാകും, കൂടുതൽ വേഗത്തിൽ തെരച്ചിൽ നടത്താനാകുമെന്ന പ്രതീക്ഷ നമ്മൾ വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലം, ആ പാലത്തിലൂടെ മറുകരയ്ക്ക് കടക്കാൻ സൈന്യം അങ്ങോട്ടേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ അവിടെ കാത്തു നിൽക്കുകയാണ്. അത്യന്തം സൂക്ഷിക്കേണ്ട മേഖലയാണ്. ഇനിയും നമുക്ക് 200ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഏറ്റവും അധികം ദുരന്തം ബാധിച്ചത് മുണ്ടക്കൈ മേഖലയിലാണ്. മുണ്ടക്കൈ മേഖലയിൽ നിന്നൊക്കെ ഇപ്പോഴും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട്. കുടുംബം ഒന്നാകെ കാണാനില്ലാത്ത അവസ്ഥയുണ്ട്. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും സ്വന്തമായി ആരുമില്ലാത്ത ആളുകൾ, അവരെ നമ്മൾ കണ്ടു, അവരുടെ കരച്ചിൽ നമ്മൾ കണ്ടു. അവരെ ചേർത്ത് പിടിക്കേണ്ട സമയമാണിത്. അത്രത്തോളം ദുരിതത്തിലായ വയനാടിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. പലയിടങ്ങളിൽ നിന്നും അവർക്ക് സഹായം എത്തുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എല്ലായിടത്തു നിന്നുമുള്ള ആളുകൾ അവിടേക്ക് എത്താനുള്ള സന്നദ്ധത അറിയിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ എൻ്റെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക്, അതായത് അവിടെ നവജാത ശിശുക്കളുണ്ടെങ്കിൽ അവർക്ക് മുലപ്പാൽ നൽകാൻ എൻ്റെ ഭാര്യ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളടക്കം, അതാണ് മലയാളി എന്ന് നമ്മൾ പറയണം. അത്തരത്തിലുള്ള പോസ്റ്റുകൾ അടക്കം നമ്മൾ വായിക്കുകയാണ്. വലിയ ചേർത്തുപിടിക്കലിൻ്റെ കാഴ്ചകൾ നമുക്ക് വയനാട്ടിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് അവിടെ ഏറ്റവും പ്രധാനമായുള്ളത് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുക എന്നുള്ളതാണ്. ഇന്നലെ തന്നെ അത് പൂർത്തിയാക്കാനിരിക്കുകയായിരുന്നു. അതേസമയം വലിയ പ്രതികൂലമായ കാലാവസ്ഥ വയനാട്ടിലുണ്ടായിരുന്നു. മുണ്ടക്കൈ മേഖലയിലേക്ക് കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തുമ്പോൾ അത് രക്ഷാപ്രവർത്തനത്തെ വളരെ അനുകൂലമായി അനുകൂലമാകും. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആളുകൾ, ഓരോ വീടുകളും നിലം പൊത്തിയ അവസ്ഥയിലാണ് അവിടെയുള്ളത്. എത്രയോ വീടുകളുടെ അടിയിൽ ഇപ്പോഴും ആളുകളുണ്ട് എന്ന് പറയുന്നു. അവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പുഴയിലെ വലിയ കുത്തൊഴുക്ക് നമുക്ക് കാണാം. ആ കുത്തൊഴുക്കിനെ അവഗണിച്ചുകൊണ്ടാണ് പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പലയിടങ്ങളിലും ഈ ദുരന്തം ബാധിച്ച പലയിടങ്ങളിലും സൈന്യത്തിൻ്റെതല്ലാത്ത പ്രവർത്തനങ്ങൾ, സൈന്യത്തിൻ്റേത് മാറ്റി നിർത്തിയാൽ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അവർക്ക് വയനാടിനെ കൂടുതൽ അടുത്തറിയാം, ഞങ്ങളെ കൂടി ചേർത്ത് നിർത്തണമെന്ന് നേരത്തെ വിളിച്ച രക്ഷാപ്രവർത്തനമൊക്കെ പറഞ്ഞതുപോലെ അവരും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണ്. ഊണും ഉറക്കവുമില്ലാതെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് സൈന്യം നിർമ്മിച്ച താൽക്കാലിക പാലത്തിലൂടെ മുണ്ടക്കൈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകുന്ന സേനാംഗങ്ങളെയാണ്. മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ വൈദഗ്ധ്യം ലഭിച്ച നായകൾ ആ സൈന്യത്തിനൊപ്പമുണ്ട്. ഇതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യത്തിലും ഇനി എന്ത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഇനി എന്ത് നൽകാൻ കഴിയും, അവരെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ചിന്തയാണ് കേരളത്തിനുള്ളത്. ആ ചിന്തയുടെ ഭാഗമായി പലയിടത്തു നിന്നുമുള്ള സഹായങ്ങൾ അവിടേക്ക് വയനാട്ടിലേക്ക് ഒഴുകുകയാണ്. പ്രളയസമയത്തൊക്കെ നമ്മൾ ഒന്നിച്ചു നിന്നതുപോലെ വയനാടിനായി ഒന്നിക്കുകയാണ് നാട്. വിദേശത്തു നിന്നടക്കം നിരവധി ആളുകൾ സഹായ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരെ എങ്ങനെ ഇതിൻ്റെ ഭാഗമാക്കാം, അവരുടെ സഹായം എങ്ങനെ ഇവർക്ക് എത്തിക്കാം എന്നൊക്കെയുള്ള ചർച്ചകളാണ് പലയിടത്തും നടക്കുന്നത്. യുവജന സംഘടനകളടക്കം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനായി അല്ലെങ്കിൽ അവർക്ക് സഹായം എത്തിക്കാനായി മുന്നിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ പലയിടത്തു നിന്നും കാണുന്നു. ഇപ്പോൾ ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് എന്നുള്ളതാണ്.
നിരവധി പ്രവർത്തനങ്ങൾ അവിടെ പലയിടങ്ങളിലായി നടക്കുന്നു. രക്ഷാപ്രവർത്തനം പലയിടങ്ങളിലായി നടക്കുന്നു. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പലയിടത്തും ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരടങ്ങുന്ന സംഘം അത് ഓരോ മണിക്കൂറിലും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ക്യാമ്പുകളിലായി ഇപ്പോൾ വിവിധ ക്യാമ്പുകളിലായി 82 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. അതിൽ 8,017 പേരാണ് ഇപ്പോൾ ക്യാമ്പുകളിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിൽ മാത്രം 900-ഓളം അല്ലെങ്കിൽ 1000-ഓളം അധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഉച്ചയോടെ വയനാട്ടിലേക്ക് എത്തും. അവിടെ ദുരന്തമുഖത്തേക്ക് അദ്ദേഹം എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകൾ. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനം അത് ഏകോപിപ്പിക്കുന്നതിനായി തന്നെ പ്രത്യേക നിരീക്ഷണം നടക്കുന്നുണ്ട്.